നാഗ്പൂരിൽ കലാപത്തിന് ശ്രമിച്ച തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ കടുത്ത നടപടിയുമായി സംസ്ഥാന സർക്കാർ. സംഘർഷത്തിൽ 65 അക്രമികളെ അറസ്റ്റ് ചെയ്തു. നഗരത്തിൽ 10 പോലീസ് സ്റ്റേഷൻ പരിധികളിൽ കർഫ്യൂ തുടരുകയാണ്. സംഘർഷം ആസൂത്രിതമാണെന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് വ്യക്തമാക്കി. തിങ്കളാഴ്ച രാത്രി നാഗ്പൂരിലുണ്ടായ സംഘർഷം ആസൂത്രിതമാണെന്ന നിഗമനത്തിലാണ് പോലീസ്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇതുവരെ 65 പേരെ അറസ്റ്റ് ചെയ്തു. നിരവധി പേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. കലാപത്തിന് ശ്രമിച്ച തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും സമാധാനം തകർക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് വ്യക്തമാക്കിയിരുന്നു. കൊട്വാലി, ലഗത്ഗഞ്ച, സക്കർധാര, കപിൽ നഗർ തുടങ്ങി 10 പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിരോധനാജ്ഞ തുടരുകയാണ്. നിലവിൽ സ്ഥിതി ശാന്തമാണെന്നും കനത്ത സുരക്ഷാ വലയത്തിലാണ് നഗരമെന്നും ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചു. മുഗൾ ചക്രവർത്തി ഔറംഗസേബിന്റെ ശവകുടീരം പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു സംഘടനകൾ നടത്തിയ പ്രതിഷേധത്തിൽ ഖുർആൻ കത്തിച്ചു എന്ന വ്യാജ പ്രചരണം നടത്തിയായിരുന്നു തീവ്ര ഇസ്ലാമിക ശക്തികൾ നാഗ്പൂരിൽ കലാപത്തിന് ശ്രമിച്ചത്. സംഘർഷത്തിൽ നിരവധി വാഹനങ്ങൾക്ക് തീവച്ചു, കടകൾ അടിച്ചു തകർത്തു. അക്രമത്തിൽ 15 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിരുന്നു. ജനം, ഡൽഹി.